ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്യൂട്ടാർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് മുന്നേ വെസ്റ്റ് ബംഗാളിൽ നിന്ന് കുറച്ച് പ്ലാന്റുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബൊഗെൻവില്ലാസ്. അതിൻ്റെ അപ്ഡേഷൻസ് എന്തായെന്ന് കുറേ മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ഇതുവരെ ചെയ്യാത്തതെന്ന് വെച്ചാൽ, പ്ലാന്റ് ഒന്നുകൂടെ ഒന്ന് ഉഷാറായിട്ട് ഇനി ഫ്ലവർ വരികയാണെങ്കിൽ അതും കൂടെ വന്നിട്ട് ജസ്റ്റ് വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇത്രയും വെയിറ്റ് ആക്കിയത്. പക്ഷേ എല്ലാ പ്ലാന്റിലും ഫ്ലവറൊന്നും വന്നിട്ടില്ല. ഐ ഡി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത സെയിം ഐ.ഡി തന്നെ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. വീണ്ടും കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും അതൊന്നും, ചിലതിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട്, പിന്നെ എന്താ പറയുക, ചിലതിലൊന്നും വന്നിട്ടില്ല. എന്നാലും ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, പ്ലാന്റൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. പിന്നെ വീഡിയോയിലോട്ട് പോണതിന് മുന്നേ എനിക്ക് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ നിങ്ങളെ വിലയേറിയ കമൻറ്റുകളും എനിക്ക് വേണം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു പ്ലാന്റ് കേട്ടോ. ഇത് മാജിക് ഐസ്ക്രീം എന്ന് പറയുന്ന പ്ലാന്റാണ്. എനിക്ക് ഞാൻ വാങ്ങിയ സമയത്ത് ഒരു കുഞ്ഞു കമ്പാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പ്ലാന്റ് നല്ല ഉഷാറായിട്ടുണ്ട്. പക്ഷേ ബഡ്സൊന്നും വന്നിട്ടില്ല. നിറയെ ലീഫും സ്റ്റെമ്മൊക്കെ വന്ന് ഒന്ന് ബുഷിയായിട്ടുണ്ട്. ഇതെനിക്ക് ഫ്രീ ആയിട്ട് തന്ന പ്ലാന്റാണ് കേട്ടോ. ഒരു കുഞ്ഞി കമ്പായിരുന്നു, അത് ഞാൻ ചോദിച്ച് വാങ്ങിയതാണ്. ഇത് കണ്ടിട്ട് കുറേ ആളുകൾ ഞങ്ങൾക്ക് ഫ്രീ ഒന്നും തന്നിട്ടില്ല, ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നുണ്ട്. അവരുടെ അടുത്ത് ചോദിച്ച് നിർബന്ധിച്ചാൽ ചിലപ്പോൾ അവർ ഫ്രീ ആയിട്ട് തരും കേട്ടോ. പിന്നെ ഇത് സുബ്ര എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതിലാണ് ഫസ്റ്റ് ബഡ് വന്നിട്ടുണ്ടായത്. സെയിം ഐ.ഡി തന്നെയാണ് പ്ലാന്റ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ കണ്ടിട്ട് ഇനി വേഗം പോയി അവരുടെ അടുത്ത് ഓർഡറൊന്നും കൊടുക്കണ്ട. കാരണം ഇപ്പോൾ എനിക്ക് വരുന്ന കമൻറ്റുകളൊക്കെ ഫുള്ള് നെഗറ്റീവ് കമൻറ്റുകളാണ്. അതായത് പ്ലാന്റ് നാശമായി, പ്ലാന്റ് ശരിയല്ല, 2-3 നാശമായി, എത്രണ്ണം ഓർഡർ ചെയ്തിട്ട് എത്രണ്ണം അയച്ചു തന്നില്ല, അങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ അടുത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്ലാൻസും നല്ല പ്ലാൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ അടുത്ത് ഇനിയിപ്പോൾ കുറച്ച് അത്ര തന്നെ നല്ലതല്ലാത്ത പ്ലാന്റുകളാകും. അതുകൊണ്ടാവും ഇപ്പോൾ ലാസ്റ്റ് വരുന്ന എല്ലാ പ്ലാന്റും നാശമായി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, ഇനി വേഗം ചാടി കയറി ഒന്നും ചിന്തിക്കാതെ പോയി പ്ലാന്റ് വാങ്ങണ്ട. നല്ലോണം ആലോചിച്ചിട്ട് നിങ്ങളടുത്ത് ഇനിയിപ്പോൾ ഏത് പ്ലാന്റ് കിട്ടിയാലും എനിക്ക് നോക്കി ശരിയാക്കിയെടുക്കാൻ പറ്റും തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കണില്ല കേട്ടോ. ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ പറയുന്നതാണ്, ഞാൻ ആരെയും നിർബന്ധിക്കണില്ല. എനിക്ക് നല്ല പ്ലാന്റ് കിട്ടിയപ്പോൾ എനിക്കും ഒരു ജസ്റ്റ് നമുക്ക് നമ്മളെപ്പോലെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വിലക്കുറവിൽ എവിടുന്ന പ്ലാന്റ് കിട്ടുകയെന്ന് അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ജസ്റ്റ് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ അത് കുറേ ആളുകൾ നെഗറ്റീവായിട്ട് പറയുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഇത് ക്രിസ്റ്റീന എന്ന് പറഞ്ഞ പ്ലാന്റാണ്. 2 പ്ലാന്റുകൾ എനിക്ക് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് ക്രിസ്റ്റീനയും ഒന്ന് അദർണയായിരുന്നു. അതിൽ ക്രിസ്റ്റീനയാണ് തോന്നുന്നു ഇത്. കാരണം ഫ്ലവർ കണ്ടിട്ട് എനിക്ക് ക്രിസ്റ്റീനെ പോലെ തോന്നിയത്. ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഉള്ള ഒരു വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സെയിം ഐ.ഡി കിട്ടുമല്ലോ. ഈ പ്ലാന്റാണ് അദർണ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതും ഒരു ക്രാഫ്റ്റഡ് പ്ലാന്റാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് ഒരു ന്യൂ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ കാറ്റലോഗിലുണ്ടായിരുന്നത്. നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് അതിൽ പിക്ചർ വന്നിട്ടുണ്ടായിരുന്നത്. സെയിം ഐ.ഡി വീഡിയോ എന്നറിയില്ല, എന്തായാലും നമുക്ക് വെയിറ്റ് ആക്കാം. ബഡ് വരികയാണെങ്കിൽ ഞാൻ അതിൻ്റെ അപ്ഡേഷൻസ് അറിയാം. പിന്നെ നമ്മൾ വിലക്കുറവ് അന്വേഷിച്ച് പ്ലാന്റുകൾ തിരയുമ്പോൾ ജസ്റ്റ് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഒരുപാട് കേരളത്തിൽ നിന്നുള്ള സെല്ലേഴ്സ് തന്നെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈയിടെയായിട്ട് കുറേ വീഡിയോസ് കണ്ടു, അതിലൊക്കെ നല്ല റേറ്റ് കുറവിൽ നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ റിസ്ക് എടുത്ത് ആരും വെസ്റ്റ് ബംഗാളിൽ നിന്നൊന്നും ഇനി പ്ലാന്റ് വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ നല്ല അഫോർഡബിൾ റേറ്റിന് പ്ലാന്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് പിന്നെ ടാങ്ലോങ് ഓറഞ്ചാണ്. ഇതിലും പിന്നെ കുറച്ച് ബഡ്സൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഐ.ഡി മനസ്സിലാവാനുള്ള ഒരു വളർച്ചയ്ക്ക് എത്തിയിട്ടില്ല. പ്ലാന്റ് നല്ല ഉഷാറായിട്ട് ബുഷായിട്ട് വരുന്നുണ്ട്.
ഞാനിതൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഇത് ഒന്നുകൂടെ നമ്മൾ ഈ നീണ്ടു പോണ കമ്പൊക്കെ ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടെ ബുഷിയാവും. പക്ഷേ ഞാൻ സെയിം ഐഡി വിരിയുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് കരുതി. അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ നീട്ടി വിട്ടണത്. ഇത് പിന്നെ ഗോൾഡൻ സൺഷൈനാണ്. ഇതിലും ബഡ്സ് ഉണ്ട്. ഇതിൻ്റെ ലീഫൊക്കെ കണ്ടിട്ട് എനിക്ക് സെയിം ഐഡിയ ആണ് തോന്നുന്നു. എന്തായാലും നമുക്ക് 2-3 ദിവസം കൂടെ വെയിറ്റ് ആക്കാം. ഇതിലും ബഡ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങിക്കുമ്പോൾ നമുക്കത് സംസാരിച്ച് ഡീൽ ചെയ്യാം. ഇനി പ്ലാന്റ് നാശമായാലും റേറ്റിൻ്റെ കാര്യമാണെങ്കിലും ഒരു 10-100 കൂടി പോയാലും നമുക്ക് നമ്മുടെ നാട്ടിൽ വളർത്തിയ പ്ലാന്റുകൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആകും അത് വളർത്തിയെടുക്കാൻ. ഈ പുറത്തുനിന്ന് വരുന്ന പ്ലാന്റുകൾ നമ്മളത് അത്രയും കെയർ ചെയ്ത് ഭയങ്കര ഇപ്പോൾ ഈ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഈ പെറ്റ് സർവീസ് വഴിയൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് അന്നേ ദിവസം തന്നെ നമുക്ക് പ്ലാന്റ് ഒരു കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് കൂടുതലായാലും ഒരു 10-100 കൂടി പോയാലും കുഴപ്പമില്ല. നമുക്ക് നല്ല പ്ലാന്റ് നല്ല രീതിയിൽ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഇതെനിക്ക് അവരയച്ചു തന്ന ആ ഒരു മൾട്ടി ക്രാഫ്റ്റഡ് പ്ലാന്റാണ്. ഞാനൊരു പ്രാവശ്യം അതിൻ്റെ ക്രാഫ്റ്റിംഗ് ടാപ്പ് എടുത്ത് മാറ്റി. അപ്പോൾ പ്ലാന്റിന് ഒരു ക്ഷീണം പോലെ തോന്നിയപ്പോൾ ഞാൻ വീണ്ടും അത് ചുറ്റി വെച്ചതാണ്. പ്ലാന്റ് നല്ല ഉഷാറാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒറ്റ ബെഡും വന്നിട്ടില്ല. എനിക്ക് തന്ന സമയത്ത് നിറയെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ കൊഴിഞ്ഞു പോയി. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന വീഡിയോ ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് ഓറഞ്ച് ടാങ്ലോങ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അവർ തന്നത്. സെയിം ഐഡിയ തന്നെയാണ് കേട്ടോ. ഓറഞ്ച് ടാങ്ലോങ് തന്നെയാണ് അതിൽ വിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പ്ലാന്റിൻ്റെ പ്ലേസ് ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോക്ക് കുറച്ച് ഷേക്ക് ഉണ്ട്. കാരണം എനിക്ക് എത്താത്ത ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ പ്ലാന്റ് വെച്ചിട്ടുള്ളത്. കസേരയിലൊക്കെ കയറിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോക്ക് ചെറിയ ഷേക്കൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇതാണ് അദർണ എന്ന് പറഞ്ഞ പ്ലാന്റ്. പക്ഷേ ഇതിൽ എനിക്ക് മനസ്സിലാവണില്ല ഇത് അദർണയാണോ എന്നുള്ളത്. അദർണ തന്നെ ആവും. അദർണ ഒരു റെഡും ഒരു യെല്ലയും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് വരുന്നത്. പക്ഷേ ഇതിൽ ഇപ്പോൾ റെഡ് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ യെല്ലോ കയറി വരുന്നുണ്ടാവും. ഇതാണ് ഗോൾഡൻ സൺഷൈൻ്റെ ഫ്ലവർ കേട്ടോ. ഒരുപാട് കളേഴ്സ് ഇതിൽ കയറി വരും. പക്ഷേ ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടിട്ട് നമുക്ക് സെയിം ഐഡിയ തന്നെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത് പിന്നെ സുബ്ര തന്നെയാണ്. ഒരുപാട് ഫ്ലവേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. വലിയ ഫ്ലവേഴ്സാണ്. പിന്നെ നമ്മുടെ മാജിക് ഐസ്ക്രീമാണ്. അതിലിതുവരെ ഫ്ലവറൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഫ്ലവർ ഇല്ലെങ്കിലും ഈ മാജിക് ഐസ്ക്രീമിൻ്റെ പ്ലാന്റ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ വെരിഗേറ്റഡ് ഈ ലീഫ് ഒരു പ്ലാസ്റ്റിക് പോലെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല പ്ലാന്റാണ്. പിന്നെ ഇത് ക്രിസ്റ്റീനൻ്റെ ഫ്ലവർ സെയിം ഐഡിയ തന്നെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഡോട്ടും കാര്യങ്ങളൊക്കെ ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ചാടിക്കയറി എല്ലാവരും കൂടെ പോയിട്ട് വേഗം ഓർഡറൊന്നും കൊടുക്കണ്ട കേട്ടോ. ആലോചിച്ച് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.